എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തന്ന ഒരു വാക്യം വായിച്ച് വേഗത്തിലിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്. ഞങ്ങൾക്ക് അസാധാരണ, അവിടുത്തെ ബർമരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളൊക്കെയും കൈക്കൊണ്ട് പൗലോസ് കുറെ വിറകു പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ഒരു പാരഗ്രാഫ് മുഴുവനാണ് ചിന്തയ്ക്ക് ആധാരം. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം അവിടെയാണ് അസാധാരണ ദയ, അൺയൂഷ്വൽ കൈൻഡ്നസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത്. ദ ഗോഡ് ഹാസ് ഷോൺ ആൻ അൺയൂഷ്വൽ കൈൻഡ്നസ് ടു അസ്. ദൈവം ഒരു അസാധാരണ ദയ നമ്മളോട് കാണിച്ചു. കഴിഞ്ഞ 2024 ദൈവം നമുക്കൊരു അസാധാരണ ദയ കാണിച്ചത് കൊണ്ടാ ഈ 25-ന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇതേപോലെ ആരോഗ്യത്തോടെ ബലത്തോടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശത്തെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു വിഷയം വെച്ചിരുന്നു. ആ വിഷയത്തിന്റെ മറുപടിയുടെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കൊരുമിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഇന്ന് പകൽക്കാലം ഒരു സ്വരത്തിൽ പറയാൻ കഴിയണം, ദൈവം നമ്മോട് ആമേൻ അസാധാരണ ദയ കാണിച്ച് നമ്മളോട് കരുണ ചെയ്തതോർത്ത് ഇന്ന് പകൽക്കാലം സർവശക്തനെ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് ഹല്ലേലൂയ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ അതൊരു നന്ദികേടായി പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജനറൽ പ്രസിഡന്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം അസാധാരണ ദയ കാണിച്ച്, അൺയൂഷ്വൽ കൈൻഡ്നസ് നമ്മോട് കാണിച്ച്, തന്നെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് നമ്മുടെ മുൻപിൽ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ ദയക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അൺയൂഷ്വൽ, വൈ ഇറ്റ് ഈസ് ഷെഡ് അൺയൂഷ്വൽ, അസാധാരണം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, സാധാരണയായി അവരങ്ങനെ ചെയ്യാറില്ല. യൂഷ്വലി ദേ ഡോണ്ട് ഡു ദാറ്റ്. ആമീൻ. അതുകൊണ്ടാണ് അസാധാരണം അല്ലെങ്കിൽ അൺയൂഷ്വൽ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സാധാരണ അങ്ങനെ നന്മകൾ ചെയ്യാത്തവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടെ കൂടിയിരുന്ന ബർബരന്മാർ അവർക്ക് തീ കായാനുള്ള അവസരം കൊടുത്തു. സ്തോത്രം. അവർക്ക് അപ്പോൾ ആവശ്യം അല്പം ചൂടായിരുന്നു. അവരുടെ ആവശ്യം അറിഞ്ഞ് ആമീൻ സ്വർഗത്തിലെ ദൈവം ആ ബർബർമാരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെങ്കിൽ നമ്മുടെ ആവശ്യം അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ നമ്മുടെ ആവശ്യങ്ങളെ ചെയ്തു തരുന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. വിറക് പറക്കി തീയിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പൗലോസ് മുറ വിറകെടുത്തു. സ്തോത്രം. ആമേൻ. 276 പേര് ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അത്രയും പേര് അവിടെ കൂടിയിരുന്ന് തീ കായുകയാ. സ്തോത്രം. പെട്ടെന്നൊരു അണലി വന്ന് പൗലോസിന്റെ കയ്യിൽ ചുറ്റി. സ്തോത്രം. ആ 275 പേരുടെ കയ്യിലും ഈ അണലിക്ക് ചുറ്റണ്ടായിരുന്നു, ഈ പാമ്പിന് കടിക്കണ്ടായിരുന്നു. സ്തോത്രം. എനിക്കതിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരു വസ്തുതയുണ്ട്. സ്തോത്രം. ഏതാൾക്കൂട്ടത്തിലും കൃപയുള്ളവനെ തിരിച്ചറിയാം, ഏതാൾക്കൂട്ടത്തിലും വാഗ്ദത്തമുള്ളവനെ തിരിച്ചറിയാം. പോരാട്ടമുള്ളത് വാഗ്ദത്തമുള്ളവന്റെ നേരെയാണ്, പ്രതികൂലമുള്ളത് വാഗ്ദത്തമുള്ളവന്റെ നേരെയാണ്, പ്രതിസന്ധി വരുന്നത് വാഗ്ദത്തമുള്ളവന്റെ നേരെയാണ്. കൃപയുള്ളവനോട് എതിർക്കുവാൻ ഈ ദേശത്ത് അന്ധകാര ശക്തികൾ പോരാടുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കൃപയുള്ളവന് നേരെ പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. ചൂടാര മനാദര ഹസ്കലാദരാബ ഹദ്ദുനാദന റീബലബല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. ഈ പാമ്പ് പൗലോസിന്റെ കയ്യിൽ ചുറ്റിയെന്നാ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ആ പാമ്പിനെ ഹല്ലേലൂയ പൗലോസ് അത് കണ്ടിട്ട് ഭയപ്പെട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. പൗലോസിന് ഒന്നും സംഭവിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ?
പാമ്പിനകത്തുള്ള വിഷത്തെക്കാട്ടിലും വലിയൊരു ശക്തിയായിരുന്നു പൗലോസിന്റെ അകത്ത് വ്യാപരിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതല്, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം കൊണ്ട് ഏത് പ്രതികൂലത്തെയും നേരിടാമെന്ന് പൗലോസ് പഠിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അകത്ത് ആത്മാവിന്റെ നിറവുള്ള ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഇവിടെ ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. ഉഡാര മനദാര ഹതുല ജൂഡബല ബല ബല ബച്ചലാദരാബ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാവനയില് ഞാൻ ആ ഭാഗം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. ഈ പാമ്പിന്റെ പരിപാടി ഇതുവരെ ആമീൻ കടിക്കുക, പോയി പാത്തിരിക്കുക, പിന്നെ ആരെയെങ്കിലും തക്കം കിട്ടുമ്പോൾ വന്ന് കടിക്കും, പോയി പാത്തിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ആള് മാറിപ്പോയി. സ്തോത്രം. കടിച്ചേച്ച് കടിവിടാൻ ശ്രമിച്ചെങ്കിലും വിടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പാമ്പേ, നീ ഇന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നീ കടിച്ചതൊരു അഭിഷക്തനെയാ. അഭിഷക്തനെ കടിച്ചിട്ട് നിനക്ക് മാറിപ്പോകാമെന്ന് നീ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇനി പൗലോസ് വിചാരിക്കണം, ഈ പാമ്പൊന്ന് പിടിവിടണമെങ്കിൽ. ഹോ റബനദരബ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കടിച്ച ആള് മാറിപ്പോയി പാമ്പേ, നീ കടിച്ചതൊരു അഭിഷക്തനെയാ. അഭിഷക്തനെ കടിച്ചിട്ട് അഭിഷക്തൻ വിചാരിക്കണം, ഇനിയും നിനക്ക് മടങ്ങി പോകണമെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാമ്പ് എത്ര ശ്രമിച്ചിട്ടും പിടിവിടാൻ പറ്റുന്നില്ല. കാരണം എന്നാന്നറിയാമോ? പാമ്പിനകത്തുള്ള ശക്തിയെക്കാട്ടിലും ശക്തി വ്യാപരിക്കുന്ന ഒരുത്തന്റെ കയ്യല പാമ്പെ നീ കടിച്ചതെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞുകൊള്ളണം. IPC ദൈവസഭയെ ഇന്ന് പകൽക്കാലം ഓർക്കുക. നിനക്ക് വിരോധമായിട്ട് ഏത് അന്ധകാര ശക്തിയും വരട്ടെ, ഏത് പ്രതിസന്ധിയും വരട്ടെ, അഭിഷേകമുള്ള ദൈവമക്കൾ ഒരുമിച്ച് കുടഞ്ഞാൽ കുടഞ്ഞു കളയാമെന്ന ശക്തി മാത്രമേ ഈ ശത്രുവിനുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ കൃപ കൃപ കൃപ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പൗലോസ് ചെയ്തത് എന്താണെന്നറിയാമോ? ആമേൻ. ആ തീക്കകത്തോട്ട് ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. എനിക്ക് അവിടെ നിന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പാമ്പേ, ഇത് നിന്റെ അവസാനത്തെ കടിയാ. നീ കടിച്ചത് ഒരു അഭിഷക്തനെയാണെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ കടിയാ. ഇനിയും നീ ആരെയും കടിക്കാമെന്ന് വിചാരിക്കരുത്. നിന്റെ അവസാനത്തെ കടിയാ ഇത്. ഹല്ലേലൂയ. നീ പോരാടിയത് ദൈവമക്കളോടാണെങ്കിൽ, നീ പോരാടിയത് അഭിഷക്തനോടാണെങ്കിൽ, പാമ്പേ നീ മനസ്സിലാക്ക, ഇത് നിന്റെ അവസാനത്തെ കടിയാ. ഇനിയും ഒരു കടി കടിക്കാൻ നീ ബാക്കി കാണത്തില്ല. ഹോ കൃപ. ഹല്ലേലൂയ. പൗലോസ് ആ പാമ്പിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞെന്ന് ഇന്ന് പകൽക്കാലം അഭിഷേകമുള്ള ദൈവമക്കള് ഒരുമിച്ച് കുടഞ്ഞാൽ തീരാമെന്ന പ്രതിസന്ധിയെ നമ്മുടെ മുൻപിലുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹോ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ബർബരന്മാര് പറയുക, സ്തോത്രം, കടിയൊക്കെ കൊണ്ടപ്പോ പറഞ്ഞു ഇവനൊരു കൊലപാതകിയാ. സ്തോത്രം. ഹല്ലേലൂയ. കുറെ നേരം കഴിഞ്ഞവർ വെയിറ്റ് ചെയ്ത്, എന്തിനാ വെയിറ്റ് ചെയ്തെന്നറിയാമോ? ഇവനിപ്പോൾ ചാകും, ഇവനിപ്പോൾ വീഴും, ഇവനിപ്പോൾ വീർക്കും എന്നൊക്കെയാ ലോകം പറഞ്ഞത്. എന്നാൽ ലോകത്തിന്റെ വാക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി അകത്ത് വ്യാപരിക്കുന്ന ദൈവവൈതലേ, നിന്നെ വീഴ്ത്താൻ ഈ ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്ക് കഴിയില്ല. നിന്നെ വീർപ്പിക്കാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല. നിന്നെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മുമ്പേ വർക്കിച്ചാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ ആശ വെച്ചിരുന്ന ചിലരുണ്ടായിരുന്നെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുക. നിന്റെ ആശയൊക്കെ നശിച്ചു പോകും കേട്ടോ. നീ പല്ലുകടി ചുരുങ്ങി പോകത്തേ ഉള്ളൂ. അഭിഷക്തനെ ദൈവം നേരെ നിർത്തും. അഭിഷക്തനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിപ്പിക്കും.
ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ അവർ പേര് മാറ്റി. ഇപ്പൊ അവർ പറയുകയാ, സ്തോത്രം, ഇവനൊരു ദേവനാ, ദേവനാ, ദേവനാ. എന്തിനായി പ്രതികൂലം വന്നെന്നറിയാമോ? എന്തിനായി പ്രതിസന്ധി വന്നെന്നറിയാമോ? നിന്റെ പേരൊന്ന് മാറ്റാൻ തമ്പുരാൻ ആഗ്രഹമുണ്ട്. നിന്റെ പേരൊന്ന് മാറ്റാൻ തമ്പുരാൻ ആഗ്രഹമുണ്ട്. നിന്നെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ തമ്പുരാൻ ആഗ്രഹമുണ്ട്. നിന്റെ വേറെ ഒരു സ്റ്റെപ്പിലേക്ക് മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പൗലോസേ നിന്നെ ഈ പ്രതികൂലത്തിൽ കൊണ്ടിട്ടതാ. ഓ കൃപ, കൃപ. ഹല്ലേലൂയ. ആമേൻ. ബർബരന്മാർ പറഞ്ഞ മറ്റൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാ. കടിച്ചത് പാമ്പാ, പക്ഷെങ്കിൽ ബർബരന്മാർ പറയുക നീതിദേവി ഇവനെ വെറുതെ വിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ പ്രത്യക്ഷത്തിൽ കണ്ടതല്ല അതിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി. നീ പ്രത്യക്ഷത്തിൽ കണ്ടത് പാമ്പിനെയാണെങ്കിൽ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കള് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. കാണാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് സഭയ്ക്ക് വിരോധമായി പോരാടുന്ന അന്ധകാര ശക്തികളെ ഇന്ന് പകൽക്കാലം തീയിൽ കുടഞ്ഞു കളഞ്ഞ് ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഈ വരും ദിവസങ്ങളിൽ ഈ കുമ്പനാട്ട് പന്തലിൽ നടക്കത്തക്കവണ്ണം ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു 101-ാം കൺവെൻഷൻ ഒരു സാധാരണ കൺവെൻഷൻ ആയിരിക്കില്ല. ആമേൻ. ഈ പ്രസ്ഥാനത്തിന്റെ പേര് മാറ്റുന്ന ഒരത്ഭുതത്തിന്റെ ഹല്ലേലൂയ അന്ധകാര ശക്തികളെ പടവെട്ടി ഇന്ത്യൻ മണ്ണിൽ ജയമെടുക്കുന്ന ഒരു കൺവെൻഷനാക്കി 101-ാം കൺവെൻഷനെ സർവശക്തൻ മാറ്റാൻ പോകുന്നതോർത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.